ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതിൽ പർട്ടിക്കുലർലി ടോക്സിക് റിലേഷൻഷിപ്പ്. ഇനി എന്താണ് റിലേഷൻഷിപ്പ്? ആക്ച്വലി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പാർട്ട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറ്. അല്ല, ആക്ച്വലി റിലേഷൻഷിപ്പ് ഫാദർ മദർ റിലേഷൻഷിപ്പ് ഉണ്ട്, ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, ബോസ് കൊലീഗ്സ് ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്, പിന്നെ സൊസൈറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതിനെല്ലാം ഉപരി നമുക്ക് നമ്മളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, ഇതിലിനി എവിടെയാണ് ടോക്സിക് റിലേഷൻഷിപ്പ് വരുന്നത്? ആക്ച്വലി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മളോടൊരു ടോക്സിക് റിലേഷൻഷിപ്പ് വരുന്നത് എന്നാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അവരിലെ എല്ലാം നമുക്ക് ബെസ്റ്റാണ്. അവർ ചീത്ത പറഞ്ഞാലും നമുക്ക് ബെസ്റ്റാണ്, അവർ എന്താ പറയുക സെൽഫിഷായാലും നമുക്ക് ബെസ്റ്റാണ്, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെസ്റ്റാണ്, ഒക്കെ നമ്മൾ ബെസ്റ്റാണ്. ഇനിയിപ്പോൾ ഓഫീസിലാണെന്ന് വിചാരിച്ചാൽ നമുക്കൊരു ബെസ്റ്റ് നമ്മുടെ ഫ്രണ്ടായിട്ട് ഒരു കൊളീഗ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെസ്റ്റ് ബോസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ വരുമ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം എപ്പോഴും നമ്മൾ തന്നെ അറിയാതെ ആയിപ്പോകുന്ന ഒരു എന്താ പറയുക ഒരു മോഡ് ഉണ്ട്. ഒരു മോഡ് ഓഫ് എന്താ അതിനെ പറയുക, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് ഇപ്പോൾ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് പറയുവാണ്, എടാ എനിക്ക് നിൻ്റെ ബൈക്കൊന്ന് വേണം ഫോർ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ബൈക്ക് കൊടുത്തു. ചിലപ്പോൾ നമുക്ക് ആവശ്യങ്ങളുണ്ടാവും, എന്നാലും നമ്മൾ ബൈക്ക് കൊടുത്തു. പിന്നീട് നമ്മൾ അവരെടുത്ത് ബൈക്ക് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ആദ്യത്തെ പ്രാവശ്യം അവർ പറയും, ഇല്ലടാ എനിക്ക് അത് അങ്ങനെ ചെയ്യാനുണ്ട്, ഇങ്ങനെ ചെയ്യാനുണ്ട്, അതുണ്ട് ഇതുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കാം ഓക്കെ കുഴപ്പമില്ല, അവന് ആവശ്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ. പിന്നത്തെ പ്രാവശ്യം ചോദിക്കുമ്പോഴും അവരെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറയും. പക്ഷെ നമ്മളെന്ത് ചെയ്യും? നമ്മളോട് ചോദിക്കുമ്പോഴൊക്കെ നമ്മളവന് ഇനി നമ്മുടെ കയ്യിൽ ബൈക്കില്ലെങ്കിലോ നമ്മൾ ആരെങ്കിലും ബൈക്കൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ബിക്കോസ് എന്താ, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവനിലുള്ള ഒരു കുറവും നമുക്ക് കാണാൻ പറ്റില്ല ആ സമയത്ത്. പക്ഷെ നമ്മുടെ ഒരു നോർമൽ ഫ്രണ്ട് നമ്മളെടുത്ത് പറയും, എടാ എന്താ അവൻ അങ്ങനെ ചെയ്യണം, നിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നിൻ്റെ അടുത്ത് നീ ചോദിക്കുമ്പോൾ കൊടുക്കുമ്പോൾ അവന് ചോദിക്കുമ്പോൾ തരണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ കൺവിൻസ് ചെയ്യിക്കും മറ്റേ ഫ്രണ്ട്, അല്ലടാ അതവന് തിരക്കായതുകൊണ്ടാണ്, അതല്ലെങ്കിൽ അവന് ആവശ്യമുള്ളതുകൊണ്ടായിരിക്കുമടാ എന്നൊക്കെ നമ്മൾ പറയും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ മേ ബി മന്ത്സ് ലേറ്റർ ഓർ ഇയേഴ്സ് ലേറ്റർ, പറയാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവും ആക്ച്വലി നമുക്ക് അവൻ ബെസ്റ്റ് ഫ്രണ്ടും അവന് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് അല്ല. ആൻഡ് ഇറ്റ് ഹേർട്സ്, നല്ല വേദന ഉണ്ടാവും നമുക്ക്. പക്ഷെ ഇവിടെ എന്താ പറ്റിയത്? നമ്മൾ ആക്ച്വലി നമ്മളോട് ടോക്സിക് ആയതാണ്. അവൻ നമ്മളോട് പറഞ്ഞില്ല, നീ എനിക്ക് ബൈക്ക് തന്നില്ലെങ്കിൽ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവില്ല, അല്ലെങ്കിൽ നീ എനിക്ക് ബൈക്ക് തന്നേ പറ്റുള്ളൂ എന്നൊന്നും അവൻ നമ്മളോടത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ അവനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട്, ഇഷ്ടക്കൂടുതൽ കൊണ്ട്, ആത്മാർത്ഥമായിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ജിമ്മിൽ പോകാൻ നിൽക്കുമായിരിക്കും, പക്ഷെ നമ്മൾ ജിം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവന് ബൈക്ക് കൊടുക്കും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകാൻ നിൽക്കുമായിരിക്കും, പക്ഷെ അവൻ ചോദിക്കുമ്പോൾ കൊടുക്കും. ഇതൊന്നും അവൻ ആവശ്യപ്പെട്ടതാണോ? അല്ല, നമ്മൾ അവനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതാണ്. ഇവിടെ നമ്മൾ എന്ത് ലൂസ് ചെയ്തു? നമുക്ക് നമ്മളുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്, നമുക്ക് നമ്മളോടുള്ള ഒരു എന്താ പറയുക ഒരു റിലേഷൻ ഉണ്ട്, നമ്മളും തമ്മിൽ. അതവിടെ എവിടെയോ പോയി. അതിനെയാണ് ആക്ച്വലി ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മളെ കൊണ്ട് മറ്റൊരാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ ആ ആൾ ടോക്സിക് ആയതുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ നിന്ന് കൊടുത്തത് കൊണ്ടാണല്ലോ അവർ നമ്മളെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് അവരെ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ ആക്ച്വലി നമ്മളെ മനസ്സിലാക്കാതെ, നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാതെ, നമ്മളെ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിഫറൻസ് നമുക്ക് കൊടുക്കാതെ നമ്മൾ മറ്റൊരാളെ അതിൻ്റെ മുന്നിൽ വെക്കുമ്പോഴാണ് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആവുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പാർട്ട്ണറായിട്ടോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ just realize it. We are becoming toxic to ourselves. Thank you so much.